പ്രിയമുള്ളവരെ, അധിനിവേശത്തിന്റെ അടിച്ചമർത്തലുകൾക്ക് മുമ്പിൽ മുട്ടുമടക്കാതെ നെഞ്ചു വിരിച്ചു നിന്ന് പൊരുതിയ നമ്മുടെ പൂർവികരുടെ പോരാട്ട വീര്യം സിരകളിൽ ആവാഹിച്ച് നമുക്ക് ഈ ത്രിവർണ പതാക വാനിലുയർത്താം. നമുക്കൊരുമിച്ച് കൈകോർക്കാം. നാടിന്റെ നന്മയ്ക്കായി മതസൗഹാർദ്ദത്തിന്റെ വിത്തുകൾ പാകി തോളോട് തോളുരുമ്മി ഭാരതാംബയുടെ ഉയർത്തെഴുന്നേൽപ്പിനായി കേരളം പാടുകയാണ്. നമ്മുടെ സ്വന്തം ദേശത്തിനായി പതിനായിരക്കണക്കിന് ഗായകർ പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷം കേരളത്തിലെ വിവിധ സംഗീത കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പാട്ടിന്റെ കൂട്ടുകാർ സംഘടിപ്പിക്കുന്ന ദേശീയോദ്ഗ്രഥന പരിപാടി ഈ വരുന്ന 2026 ഓഗസ്റ്റ് 15 വൈകിട്ട് 4 മണിക്ക് ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ബീച്ചിൽ വെച്ച് അരങ്ങേറുകയാണ്. നൂറ്റാണ്ടുകൾ നീണ്ട അടിമച്ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞ് ജീവത്യാഗം ചെയ്ത ആയിരക്കണക്കിന് ധീരദേശാഭിമാനികളുടെ ചുടുരക്തത്താൽ ചരിത്രം തിരുത്തി എഴുതിയ ഭാരതത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായി ഈ വരുന്ന ഓഗസ്റ്റ് 15 നാം ഒരുമിക്കുകയാണ്. സാമ്രാജ്യത്വത്തിന്റെ ഇരുളകറ്റി ഭാരതം സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരിയിലേക്ക് ഉണർന്നടിച്ച ആ ഇതിഹാസ മുഹൂർത്തം വീണ്ടും ഓർമ്മിക്കപ്പെടുകയാണ്. നമ്മൾ ഇന്ന് ശ്വസിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഒരു തലമുറയുടെ ചോരയും വിയർപ്പും കലർന്ന പോരാട്ടത്തിന്റെ ബാക്കിപത്രമാണ്. നാം ഒരുമിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 15 കേരളം പാടുന്നു ദേശത്തിനായി. പതിനായിരക്കണക്കിന് ഗായകർ പങ്കെടുക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷം കേരളത്തിലെ വിവിധ സംഗീത കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം പാട്ടിന്റെ കൂട്ടുകാർ സംഘടിപ്പിക്കുന്ന ദേശീയോദ്ഗ്രഥന പരിപാടി ഈ വരുന്ന 2026 ഓഗസ്റ്റ് 15 ചരിത്രമുറങ്ങുന്ന കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുകയാണ്. പ്രസ്തുത പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് കോഴിക്കോടിന്റെ മേയർ ബഹുമാന്യനായ ശ്രീ ഒ സദാശിവൻ പങ്കെടുക്കുമ്പോൾ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ചുകൊണ്ട് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ അഡ്വക്കേറ്റ് AP അനിൽകുമാർ പങ്കെടുക്കുമ്പോൾ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് ബഹുമാന്യനായ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക ടൂറിസം വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാന്യനായ തദ്ദേശ സ്വയം ഭരണ വകുപ്പ് മന്ത്രി ശ്രീ KM ഷാജി, ബഹുമാന്യനായ തമിഴ്നാട് ടൂറിസം വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് S രാജേഷ് കുമാർ, ബഹുമാന്യനായ കോഴിക്കോടിന്റെ സ്വന്തം MP അഡ്വക്കേറ്റ് MK രാഘവൻ, ബഹുമാന്യനായ MLA കോഴിക്കോട് സൗത്ത് അഡ്വക്കേറ്റ് ഫൈസൽ ബാബു, ബഹുമാന്യനായ MLA കോഴിക്കോട് നോർത്ത് അഡ്വക്കേറ്റ് ജയന്ത്, ബഹുമാന്യയായ എലത്തൂർ MLA ശ്രീമതി വിദ്യാ ബാലകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മിലി മോഹൻ, മുൻ മന്ത്രി ഡോക്ടർ MK മുനീർ, മുൻ MLAയും മേയറുമായ ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ, ശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി തുടങ്ങിയ പ്രശസ്തരും പ്രഗത്ഭരുമായ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഴുവൻ വ്യക്തിത്വങ്ങളെയും സ്വാഗതം ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 15 ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട് ബീച്ചിലേക്ക് കോഴിക്കോട് കൗൺസിലർ സ്ഥാനം അലങ്കരിക്കുന്ന സഫരി വെള്ളയിൽ ശ്രീ റനീഷ്, ശ്രീമതി ബിന്ദു ഉദയകുമാർ, സെൻട്രൽ ഗവൺമെന്റ് കൗൺസിൽ മെമ്പർ അഡ്വക്കേറ്റ് പ്രകാശ് ബാബു, കൊടുവള്ളി നിയോജക മണ്ഡലം MLA PK ഫിറോസ് തുടങ്ങിയ പ്രശസ്തരും പ്രഗത്ഭരുമായ ഒട്ടനവധി വ്യക്തിത്വങ്ങൾ നമ്മെ അഭിസംബോധന ചെയ്യുമ്പോൾ മുഴുവൻ വ്യക്തിത്വങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. ഈ വരുന്ന ഓഗസ്റ്റ് 15 വൈകുന്നേരം 4 മണിക്ക് ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കോഴിക്കോട് ബീച്ചിലേക്ക്